ശ്രീകൃഷ്ണ ജയന്തി പബ്ലിക് ഹോളിഡേ ആക്കി മാറ്റിയത് CH മുഹമ്മദ് കോയ ആയിരുന്നു എന്നുള്ള വസ്തുത ഒരുപക്ഷെ വർത്തമാനകാലത്തെ പുതിയ തലമുറയ്ക്ക് അറിയുമോ എന്നെനിക്കറിയില്ല. ഞാൻ 79 കാലഘട്ടത്തിൽ അഭിഭാഷകനായിട്ട് പ്രാക്ടീസ് തുടങ്ങുന്ന കാലമാണ്. ഞാൻ രാഷ്ട്രീയ രംഗത്തൊന്നും വലുതായിട്ട് അറിയപ്പെടുന്ന ആളല്ല. എൻ്റെ വിദ്യാർത്ഥി ജീവിതത്തിൽ എൻ്റെ പ്രസ്ഥാനത്തോട് ബന്ധപ്പെട്ട അതിൻ്റെ സംസ്ഥാന സെക്രട്ടറി ഒക്കെയാണ്. പക്ഷെ അന്ന് അതിനൊന്നും ഒരു ഇന്ന ആൾ ആരാന്ന് ചോദിച്ചാൽ എൻ്റെ പേര് കേട്ടുകൊണ്ട് എന്നെ തിരിച്ചറിയാൻ CHനോ മറ്റാർക്കോ സാധിക്കാത്ത ഒരു കാലഘട്ടം 79. അന്നാണ്, ഇന്ന് കോഴിക്കോട് പോയിട്ടുള്ള ആൾക്കാർക്കറിയാം, കോഴിക്കോട്ടെ ഏറ്റവും തിരക്ക് പിടിച്ച ഒരു സ്ഥലമാണ് എരഞ്ഞിപ്പാലം. ആ എരഞ്ഞിപ്പാലത്ത് ഒരു ക്ഷേത്രമുണ്ട്. ക്ഷേത്രം എന്ന് വെച്ചാൽ ചെറിയ തോതിലുള്ള ഒരു ചെറിയ കുടുംബക്ഷേത്രം പോലെയുള്ള ഒന്നാണ്, തായാട്ട് ഭഗവതി ക്ഷേത്രം. ഞാൻ പ്രാക്ടീസ് 79 തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ എന്നെയും കൂടെ അവർ കൂട്ടി. CH മുഖ്യമന്ത്രിയായിരുന്ന ചെറിയൊരു കാലഘട്ടം കോഴിക്കോട് ഗസ്റ്റ് ഹൗസിൽ വന്നു. അവിടെ വന്ന അവസരത്തിൽ അദ്ദേഹത്തിന് എന്നെ ഇന്നത്തെ പോലെ ഒന്നും, അല്ലെങ്കിൽ BJPയുടെ സംസ്ഥാന പ്രസിഡന്റ് ആയപ്പോഴൊക്കെ പോലും എന്നെ അങ്ങനെ കണക്കാക്കേണ്ട ഗണനീയനായ ഒരു വ്യക്തിയല്ല ഞാൻ. പക്ഷെ ആ മെമ്മോറാണ്ടം കൊടുത്ത് വായിച്ച് നോക്കിയിട്ട് പറഞ്ഞു, ഒരു ദേവാലയമല്ലേ, ആരാധനാലയമല്ലേ, അതുകൊണ്ട് എക്സംപ്റ്റ് ചെയ്യാം, ഒരു എൻക്വയറിയുമില്ല, ഒന്നുമില്ല. ആ പേപ്പറിൽ തന്നെ CH എക്സംപ്റ്റഡ് എന്ന് പറഞ്ഞ് ചീഫ് മിനിസ്റ്ററും പറഞ്ഞിട്ട് ഒപ്പിട്ട് തരുമ്പോൾ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, ഒരു മറ്റേതൊരു മുഖ്യമന്ത്രി ആയാലും, അലക്സാണ്ടർ സാറിനൊക്കെ അറിയാം, എൻക്വയർ, ഡൂ ദ നീഡ്ഫുൾ ഓർ ഫേവറബിളി കൺസിഡർ, ഇതല്ലേ എഴുതുള്ളൂ. എക്സംപ്റ്റഡ് എന്ന് എഴുതി ഒപ്പിട്ട് തന്നപ്പോൾ ഞാൻ അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് പാർട്ടിക്കാരനാണ്, അത് ഏത് കുടുംബമാണ്, അദ്ദേഹത്തിൻ്റെ വേരുകൾ എന്താണ്, ഇതൊന്നും നോക്കിയല്ല. അത് കാണിക്കാൻ അന്നത്തെ അദ്ദേഹം തികഞ്ഞ ഇസ്ലാം മത വിശ്വാസിയാണ്. പക്ഷെ മറ്റൊരു സമുദായത്തിൻ്റെ ആരാധനാലയമാണെന്ന് കണ്ടപ്പോൾ നടപടിക്രമങ്ങളൊന്നും നോക്കാതെ ആ പേപ്പറിൽ തന്നെ എക്സംപ്റ്റഡ് എഴുതി തരാൻ സാധിച്ച അദ്ദേഹത്തിൻ്റെ മഹാമനസ്സ്, എനിക്കുള്ള അദ്ദേഹത്തോടുള്ള ആദരവ് എൻ്റെ മനസ്സിലന്ന് സുസ്ഥിരമായി അത് പ്രതിഷ്ഠിക്കപ്പെടാൻ ഇടയായി എന്ന് ഞാൻ തുറന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശരിക്കും ഈ BJP നേതാവിൻ്റെ വാക്കുകൾ കേൾക്കേണ്ടത് ഈ വാട്സപ്പ് സംഖ്യകളാണ്. യാതൊരു വിവരമില്ലാതെ എന്തിനും മുസ്ലിങ്ങളെ കുറ്റം പറഞ്ഞു നടക്കുന്ന അവരാണ് ഈ വാചകങ്ങൾക്ക് കാതോർക്കേണ്ടത്. സത്യത്തിൽ മുസ്ലിങ്ങൾ എന്നും ഇവിടെ ഹൈന്ദവ സംസ്കാരവുമായിട്ട് സൗഹൃദത്തിലായിട്ടാണ് പോയിരുന്നതെന്നും അതുപോലെ തന്നെ CH മുഹമ്മദ് കോയയെ പോലുള്ള നേതാക്കൾ എന്നും ഹൈന്ദവ സഹോദരന്മാരുടെ ആചാരപരമായ അനുഷ്ഠാനപരമായ കാര്യങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നതിൽ എന്നും ഉത്സാഹം കാണിച്ച വ്യക്തിയാണെന്നും ഈ സംഖ്യകളൊക്കെ ഒന്നും മനസ്സിലാക്കിയിരുന്നെങ്കിൽ നല്ലായിരുന്നു. കാരണം മുസ്ലിം നേതാക്കന്മാരുടെ, മുസ്ലിം ചരിത്ര പുരുഷന്മാരുടെ, നവോത്ഥാന നായകന്മാരുടെയൊക്കെ വിശാലതയും സഹിഷ്ണുതയും ഔദാര്യവും ഒക്കെ ഇത്തരത്തിലുള്ള നിങ്ങളുടെ തന്നെ നേതാക്കന്മാർ പറയുന്നതിലൂടെയെങ്കിലും ഒന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വളരെ നല്ലായിരുന്നു. എന്തായാലും PS ശ്രീധരൻപിള്ള സാറിൻ്റെ പ്രസംഗം ബാക്കി കൂടി നമുക്ക് കേൾക്കാം. CH മുഹമ്മദ് കോയയെ സംബന്ധിച്ച് മുഖ്യമന്ത്രിയായിരുന്ന, ഒട്ടേറെ തവണ മന്ത്രിയായിരുന്ന മുസ്ലിം സമുദായം നെഞ്ചിലേറ്റി ചുമലിലേറ്റി എന്നും ഹീറോയായി കൊണ്ടു നടന്ന ഒരാൾ, എല്ലാ വിഭാഗത്തിൽപ്പെട്ട ആളുകളെയും വശീകരിക്കാൻ സാധിക്കുന്ന ഒരു, ഇത്രയും വാഗ്മിത്വം വാരിക്കോരി ഓരോ സാഹചര്യങ്ങൾക്കും അനുസരിച്ച് പ്രയോഗിക്കാൻ സാധിക്കുന്ന ഒരാളെ നമുക്ക് കേരള രാഷ്ട്രീയത്തിൽ കാണാൻ സാധിക്കുമോ എന്ന് സംശയമാണ്. എൻ്റെ അനുഭവങ്ങൾ ഞാൻ നിങ്ങളുടെ മുമ്പിൽ മറച്ചു വെക്കുന്നില്ല. 2 അനുഭവം ഞാൻ പറയാം. ഇപ്പോൾ കേരളത്തിൽ ശ്രീകൃഷ്ണ ജയന്തി പബ്ലിക് ഹോളിഡേ ആണ്. 40 കൊല്ലമോ 41 കൊല്ലമോ ആയിട്ടുള്ള അങ്ങനെ ആയത്. അതിനു മുമ്പ് അത് പബ്ലിക് ഹോളിഡേ ആയിരുന്നില്ല. ഇത് പബ്ലിക് ഹോളിഡേ ആക്കാൻ ഏതോ 1-2 കത്തുകൾ കിട്ടിയപ്പോൾ, നിവേദനം കിട്ടിയപ്പോൾ CH മുഹമ്മദ് കോയ തീരുമാനിക്കുകയായിരുന്നു. ഇന്നും ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും എടുത്താൽ, ഞാൻ അതിൻ്റെ ഭരിക്കുന്ന പാർട്ടികളൊന്നും പറയുന്നില്ല, ഗവർണർക്ക് ചില ഒരുപാട് പരിമിതിയുണ്ട്. പക്ഷേ CH അന്ന് ചെയ്തതെന്താണെന്നുള്ള അറിയാൻ അദ്ദേഹത്തിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി പിന്നെ എന്നോട് പറയുകയുണ്ടായി. ഒരു 10-100 കത്തുകൾ പല ഭാഗത്തു നിന്നായിട്ട് ഇത് ഹോളിഡേ ആക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് സെക്രട്ടറി മുൻകൈ എടുത്ത് പലരെ കൊണ്ട് കത്ത് അയപ്പിച്ചിട്ട് ഒട്ടനവധി കത്തുകൾ വന്നിരിക്കുന്നു. അപ്പോൾ അദ്ദേഹം അന്ന് പറഞ്ഞൊരു വാക്ക്, മിലാദി ഷരീഫ് നബിദിനം ഹോളിഡേ ആക്കിയാൽ ശ്രീകൃഷ്ണ ജയന്തി എന്തുകൊണ്ടാക്കിക്കൂടാ എന്നുള്ള വാദഗതിയുമായി ശ്രീകൃഷ്ണ ജയന്തി പബ്ലിക് ഹോളിഡേ ആക്കി മാറ്റിയത് CH മുഹമ്മദ് കോയ ആയിരുന്നു എന്നുള്ള വസ്തുത ഒരുപക്ഷെ വർത്തമാനകാലത്തെ പുതിയ തലമുറയ്ക്ക് അറിയുമോ എന്നെനിക്കറിയില്ല. പ്രായോഗിക രാഷ്ട്രീയത്തിൽ
CH-നെ സംബന്ധിച്ചിടത്തോളം CH-നോളം പ്രായോഗിക രാഷ്ട്രീയമുണ്ടായിരുന്ന ആളെ കാണാൻ സാധിക്കില്ല. ഒരു മനുഷ്യൻ്റെ മഹത്വം മനസ്സിൻ്റെ മഹത്വമാണ്. ഒരു മാരാര് തലശ്ശേരിയിൽ വെച്ച് അദ്ദേഹത്തെ ആക്രമിക്കാൻ ശ്രമിച്ച സംഭവം നമുക്കെല്ലാം അറിയാവുന്നതാണ്. അതൊരു കാലത്ത് പല്ലും ധരിച്ചു വെച്ചത് എൻ്റെ അക്കാലത്തെ പഴയ കാലത്തെ നേതാവായിരുന്ന ദിവംഗതനായ KG മാരാരാണെന്ന് തെറ്റിദ്ധരിച്ച ഒരുപാട് ആളുകളുണ്ട്. അദ്ദേഹമല്ല, മറ്റൊരു മാരാരായിരുന്നു അത് ചെയ്തത്. പക്ഷെ ആ മാരാരോടും പിന്നീട് കണ്ടപ്പം പുഞ്ചിരിക്കാൻ CH-ന് കഴിയുമായിരുന്നു. ആ മാരാരോട് അദ്ദേഹത്തിൻ്റെ കേസിനകത്തിൽ പോലും അത് വിചാരണ വേണ്ട നടക്കാതെ അദ്ദേഹത്തിൻ്റെ ഹൃദയവിശാലത കൊണ്ട് അയാളെ വിട്ടു പോകുമ്പോൾ അയാളോട് പുഞ്ചിരിക്കാൻ, കൊല്ലാൻ ശ്രമിച്ചവനോട് പുഞ്ചിരിക്കാൻ സാധിക്കുന്ന ഒരു മനസ്സിൻ്റെ ഉടമയായിരുന്നു. അതുകൊണ്ടാണ് മനുഷ്യൻ്റെ മഹത്വം മനസ്സിൻ്റെ മഹത്വമാണ്. ഏത് പാർട്ടി ആയാലും ഏത് മതമായാലും അദ്ദേഹത്തിന് പ്രായോഗിക സമീപനമുണ്ടായിരുന്നു. എല്ലാവരോടും അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ഭാഷ അറബിയോ ഉറുദുവോ മലയാളമോ ഹിന്ദിയോ ഇംഗ്ലീഷോ ഒന്നും ആയിരുന്നില്ല. അദ്ദേഹത്തിൻ്റെ ഭാഷ ഹൃദയത്തിൻ്റെ ഭാഷയായിരുന്നു. അതുകൊണ്ട് ഹൃദയത്തിൻ്റെ ഭാഷയിൽ മറ്റുള്ളവരുമായി സംവേദിക്കുവാൻ കഴിയുന്ന ആളുകൾക്കാണ് മാറ്റമുണ്ടാക്കാൻ സാധിക്കുക. മഹാത്മാഗാന്ധിജി ഏറ്റവും നന്നായി ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യുന്ന ആളായിരുന്നു മഹാത്മാഗാന്ധിജി. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഇംഗ്ലീഷ് നിങ്ങളൊന്ന് വായിച്ചു നോക്ക്. അദ്ദേഹം എല്ലാ പുസ്തകങ്ങളും, അദ്ദേഹത്തിൻ്റെ ഭൂരിപക്ഷം പുസ്തകങ്ങളും ഇംഗ്ലീഷ് അറിയാമായിരുന്നെങ്കിലും അദ്ദേഹത്തിൻ്റെ ഗുജറാത്തി ഭാഷയിലാണ് എഴുതിയിട്ടുള്ളത്. അല്ലാതെ അദ്ദേഹം എഴുതിയ ഇംഗ്ലീഷിൽ അദ്ദേഹത്തിൻ്റെ കത്തുകൾ നോക്കിക്കഴിഞ്ഞാൽ ആലങ്കാരിക ഭാഷയിൽ കട്ടിയായ ഇംഗ്ലീഷ് ഉപയോഗിക്കാൻ സാധിക്കുന്നയാൾ. ഞാനും വീരാൻ സാഹിബും ഒക്കെ വിശ്വസിച്ച് വന്നിട്ടുള്ളത് ഗാന്ധിജി ഒരു വേണ്ടത്ര വിജയിക്കാത്ത അഭിഭാഷകൻ എന്ന് പറയുന്ന പല ആൾക്കാരുമുണ്ട്. ആക്ച്വലി ഗാന്ധിജി സൗത്ത് ആഫ്രിക്കയിൽ ഒരു കൊല്ലം അന്നത്തെ കാലത്ത് $15,000 വരുമാനം കിട്ടുന്ന ഏറ്റവും കൂർമ്മബുദ്ധിയായ അഭിഭാഷകനായിരുന്നു എന്നുള്ളത് ചരിത്രം വേണ്ടത്ര ഇന്നും മനസ്സിലാക്കാത്ത ഒരു സത്യമാണ്. പക്ഷെ മനുഷ്യരിൽ മാറ്റമുണ്ടാക്കുന്നത് ചില മുഹൂർത്തങ്ങളാണ്. അത്രയും വരുമാനം കിട്ടിയിരുന്ന ഒരു പ്രഗത്ഭനായ ഷൂട്ടും കോട്ടും ഇട്ടൊക്കെ നടക്കുന്ന ഒരാൾ, അദ്ദേഹം ട്രെയിനിൽ 1-ാം ക്ലാസ്സിൽ ടിക്കറ്റ് എടുത്ത് കയറിയപ്പോൾ പെട്ടി വലിച്ചെറിഞ്ഞ് അദ്ദേഹത്തെ പുറത്തേക്ക് തള്ളിയ ഒരു നിമിഷം ഉണ്ടായിരുന്നില്ലെങ്കിൽ ഒരുപക്ഷെ ഗാന്ധിജി നമ്മുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഉജ്ജ്വല നേതൃത്വത്തിലേക്ക് അദ്ദേഹം എത്തുമായിരുന്നോ എന്നുള്ള കാര്യം സംശയമാണ്. അപ്പോൾ ആ ഒരു മൊമെൻ്റ് എന്നെ വലിച്ചെറിഞ്ഞ ഒരു മൊമെൻറ്റിൽ അദ്ദേഹം തീരുമാനിച്ചു, ഇതല്ല എൻ്റെ വഴി. അദ്ദേഹത്തിൻ്റെ വഴി സ്വാതന്ത്ര്യ സമരത്തിൻ്റെ പാതയിലേക്ക് അദ്ദേഹം എത്തിപ്പെട്ടത്, തിലകനിൽ നിന്ന് ഊർജ്ജം ഉൾക്കൊണ്ട് വന്നത് ആ കാലഘട്ടത്തെ ഞാൻ ഓർമ്മിക്കുകയാണ്. ഞാൻ ഈ പറഞ്ഞു വരുന്നത് CH-ൻ്റെ ഭാഷ, അദ്ദേഹത്തിൻ്റെ ഫലിതപ്രദമായ പ്രസംഗങ്ങളെല്ലാം കൂടെ പുസ്തകമാക്കിയിട്ടുണ്ട്. നിങ്ങൾ ചിലരെങ്കിലുമൊക്കെ വായിച്ചിട്ടുണ്ടാവും. ഓരോ സന്ദർഭങ്ങളെയും എങ്ങനെയാണ് കൈകാര്യം ചെയ്യേണ്ടത് വരുമ്പോൾ സൂക്ഷ്മമായി തൻ്റെ സ്വതസിദ്ധമായ പാടവത്തോട് കുറുക്കി കൊള്ളുന്ന വിധത്തിൽ അത് അവതരിപ്പിക്കാൻ സാധിക്കുന്ന അദ്ദേഹത്തിൻ്റെ ശൈലി പുതിയ തലമുറ സാധനാപാഠമാകേണ്ട ഒന്നായി എനിക്ക് തോന്നുകയാണ്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങളിലേക്കൊക്കെ കടക്കുമ്പോൾ ഒരു ഭരണാധിപനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടതെന്നതിൻ്റെ ഏറ്റവും വലിയ മികച്ച ദൃഷ്ടാന്തമായി ഞാൻ അദ്ദേഹത്തെ കാണുകയാണ്. അത് ഒരിക്കലും മുസ്ലിം സമുദായത്തിൻ്റെയോ അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനമായ മുസ്ലിം ലീഗിൻ്റെയോ അതിരുകൾ അദ്ദേഹം ലംഘിച്ചിട്ടില്ല. ആ പ്രസ്ഥാനങ്ങളുടെ അച്ചടക്കം അദ്ദേഹം ലംഘിച്ചിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കെട്ടുപാടുകൾ, ആ പ്രസ്ഥാനങ്ങൾ ഉണ്ടാക്കിയ കെട്ടുപാടുകൾ ഒരിക്കലും അതിലംഘിക്കാൻ ശ്രമിച്ചിട്ടില്ല. പക്ഷേ ഒരിക്കലും CH മുഹമ്മദ് കോയയ്ക്ക് തൻ്റെ മതത്തിൻ്റെയോ തൻ്റെ രാഷ്ട്രീയത്തിൻ്റെയോ 4 ചുവരുകൾക്കുള്ളിൽ ഒതുങ്ങി നിൽക്കാൻ സാധിച്ചിട്ടില്ല. അതുകൊണ്ട് അദ്ദേഹം ആ ചുവരുകൾക്കുള്ളിൽ ഒന്നും ലംഘിക്കാതെ അതിൻ്റെ അച്ചടക്കമുള്ള പ്രവർത്തനമായി നിന്നുകൊണ്ട്, മതനിഷ്ഠയുള്ള വ്രതനിഷ്ഠയുള്ള ആളായി നിന്നുകൊണ്ട് അതിന് പുറത്ത് മറ്റ് സമുദായങ്ങളിലേക്ക്, മറ്റ് സമൂഹങ്ങളിലേക്ക്, അവരുടെ മനസ്സിലേക്ക് കടന്നു ചെല്ലാനും അവരെ കീഴടക്കാനും സാധിച്ചു എന്നുള്ളതാണ്
അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ നേട്ടം എന്ന് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. അതുകൊണ്ട് ചരിത്രം നമ്മുടെ യുവാക്കൾക്ക്, ചരിത്ര വിദ്യാർത്ഥികൾക്ക് സാധനാപാഠമാകേണ്ട ഒട്ടേറെ കാര്യങ്ങൾ അവശേഷിപ്പിച്ചുകൊണ്ടാണ് അദ്ദേഹം പോയത്. ഞാൻ ഒരു സംഭവം കൂടി പറയാം. ഇന്ന് വർത്തമാന രാഷ്ട്രീയം ഏത് പാർട്ടിയാലും എങ്ങോട്ട് പോകുന്നു എന്ന് ചിന്തിക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. ഞാൻ അഭിഭാഷകനായിരിക്കുന്ന അവസരത്തിൽ കോഴിക്കോട്ടെ ഒരു ഫൈനാൻഷ്യറിൻ്റെ കക്ഷിയായിരുന്നു. CH മരിച്ചു കഴിഞ്ഞ് നടക്കാവിൽ ഒരു ചെറിയ ക്ലിനിക്ക്, അതുപോലെ തന്നെ ആ വീട്, ഇതെല്ലാം ഉണ്ടായതിൻ്റെ പേരിൽ CH മരിക്കുമ്പോൾ ആ കുടുംബം കടക്കാരുടേതായിരുന്നു. ഇത് ഞാൻ അറിയാനിടയായത് മുനീർ എന്നോട് പറഞ്ഞതല്ല. പക്ഷേ മുനീറിന് ഈ ഫൈനാൻഷ്യർ എടുത്തു നിന്ന് അടച്ചു തീർക്കാൻ, കടമടച്ചു തീർക്കാൻ അദ്ദേഹത്തിന് ഈ ഫൈനാൻഷ്യറെ ആശ്രയിച്ച് അവിടുന്ന് ലോൺ എടുക്കേണ്ടി വന്നു. പ്രൈവറ്റ് ഫൈനാൻഷ്യലിൽ നിന്ന് പണം വാങ്ങി എന്നുള്ളത് ആ അഭിഭാഷകനായതുകൊണ്ട് എനിക്ക് പറയാനായിട്ട് സാധിക്കും. അവിടെയാണ് ഉത്കൃഷ്ടമായ മുഖ്യമന്ത്രിയായിരുന്ന, ഒട്ടേറെ തവണ മന്ത്രിയായിരുന്ന മുസ്ലിം സമുദായം നെഞ്ചിലേറ്റി ചുമലിലേറ്റി എന്നും ഹീറോയായി കൊണ്ടു നടന്ന ഒരാൾ ഈ ലോകം വിട്ട് പരലോകത്തേക്ക് പോയി കഴിഞ്ഞപ്പോൾ കുടുംബത്തിന് കിട്ടിയ ബാലൻസ് ഷീറ്റ് ഇതുണ്ടായിരുന്നു എന്ന് എൻ്റെ രാഷ്ട്രീയമെല്ലാം നിങ്ങൾക്കെല്ലാം അറിയാം. എൻ്റെ മനസ്സിൽ പലപ്പോഴും ഇത് അനുഭവമായി, സാക്ഷ്യപത്രമായി എനിക്ക് പറയാൻ സാധിക്കും. എന്തിനാണ് രാഷ്ട്രീയം? ഫോർ വാട്ട്? നമ്മളെ ആരെയെങ്കിലും ഏതെങ്കിലും ഒരു സമൂഹം വിളിച്ചു കൊണ്ടുപോയിട്ട്, ഇപ്പം ഞാൻ പഠിച്ചു വരുന്നു, ഞാനൊരു രാഷ്ട്രീയം സ്വീകരിച്ചു, എന്നോട് നിങ്ങൾ വന്നു ഞങ്ങളെ നയിച്ചോ ഇതിലേക്ക് എന്ന് പറഞ്ഞ ഏതെങ്കിലും സമൂഹം എന്നെ വിളിച്ചിട്ടുണ്ടോ? സമൂഹത്തിൽ അവർക്ക് വേണ്ടി സമർപ്പിക്കാൻ ഞാൻ തയ്യാറാണ്. യജമാനൻ ജനങ്ങളാണ്, ജനസേവകരാണ് രാഷ്ട്രീയക്കാർ, മന്ത്രിമാർ, ഗവർണർ, എല്ലാവരും ജനസേവകരാണ്. അപ്പോൾ ജനസേവനത്തിന് സന്നദ്ധതയുള്ളവരാണ് അങ്ങോട്ട് പോകേണ്ടത്. അതിന് പോകുന്നവൻ നാളെ ജനങ്ങളുടെ ബോസാണെന്നുള്ള ധാരണയോട് അവിവേകം ചെയ്യരുത്. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ റൈറ്റ് ടു ഡിഫറാണ്, വ്യതിരിക്തതയ്ക്കുള്ള അവകാശമാണ്. ഭരിക്കുന്ന ഭരണാധിപനോട് സർ യു ആർ ഡൂയിങ് എ മിസ്റ്റേക്ക്, എറർ, താങ്കൾ ചെയ്യുന്ന തെറ്റാണെന്ന് പറയാനുള്ള പൗരൻ്റെ അവകാശമാണ് ജനാധിപത്യം. അതുകൊണ്ടാണ് ജനാധിപത്യത്തിൽ ശത്രുക്കളില്ല. അവരൊക്കെ അന്യോന്യം ശത്രുക്കളായി കാണുന്ന ഒരു സംവിധാനം ഉണ്ടാകരുതെന്ന് ആഗ്രഹിച്ച ഒരു മഹാനായിരുന്നു CH മുഹമ്മദ് കോയ. ആ നന്മയുടെ പ്രകാശഗോപുരമായിരുന്ന CHൻ്റെ ഓർമ്മയ്ക്ക് മുമ്പിൽ നമ്രശിരസ്കനായിക്കൊണ്ട് നിങ്ങൾക്ക് നമസ്കാരം. ജയ് ഹിന്ദ്. ഈ വേദിയിൽ നടന്ന പ്രസംഗങ്ങളിൽ ഏറ്റവും ആകർഷകമായിരുന്ന ഒരു പ്രസംഗമായിരുന്നു മുൻ DGP അലക്സാണ്ടർ ജേക്കബ് സാർ നടത്തിയ അരമണിക്കൂറിലേറെ ദൈർഘ്യമുള്ള CH മുഹമ്മദ് കോയയെ അനുസ്മരിച്ചുകൊണ്ടുള്ള മുഖ്യപ്രഭാഷണം. ആ വീഡിയോ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനൽ ഉടൻ പുറത്തിറക്കുന്നതാണ്. അതിലെ പ്രസക്ത ഭാഗങ്ങൾ നിങ്ങൾക്ക് ആസ്വദിക്കാം. ബഹുമാനപ്പെട്ട ഗവർണർ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ചു, തലശ്ശേരി ഗസ്റ്റ് ഹൗസിൽ വെച്ച് മാരാർ ബോംബ് പറഞ്ഞ സംഭവം. സാധാരണ ഒരു ബോംബ് എറിയാനായിട്ട് വന്നാൽ ഏത് രാഷ്ട്രീയക്കാരനാണെങ്കിലും ജീവനും കൊണ്ട് അവിടെ നിന്ന് ഓടും. മുഹമ്മദ് കോയ ഓടിയില്ല. മുഹമ്മദ് കോയ ചിരിച്ചു, എന്തോടോ എൻ്റെ കയ്യിൽ ബോംബോ? അസാധാരണമായ ധൈര്യത്തിൽ ചോദിച്ചു. ആഭ്യന്തരമന്ത്രി എന്ന് മനസ്സിലാക്കണം, പോലീസിൻ്റെ മന്ത്രിയോടാണ് ഈ ബോംബ് എറിയാൻ വന്നിരിക്കുന്നത്. അദ്ദേഹം ചെറു പുഞ്ചിരിയോടുകൂടി അതിനെ നേരിട്ടു. മാരാർ ബോംബ് എറിഞ്ഞു. പക്ഷേ ഇനി മുസ്ലിങ്ങളുടെ വലിയ കുഴപ്പം, മുസ്ലിം പെൺകുട്ടികളെ പഠിക്കാൻ വിടത്തില്ല. ഓത്ത് പഠനമെല്ലാം കഴിഞ്ഞവൻ്റെ ബാക്കി പഠനത്തിന് വിടത്തില്ല. മുഹമ്മദ് കോയ സാർ പറഞ്ഞു, ആമ്പിളാർ മാത്രം പഠിച്ചാൽ രക്ഷപ്പെടാൻ പറ്റുമോ? പെൺകുട്ടികളെ പഠിപ്പിക്കണം. അങ്ങനെ മുസ്ലിം പെൺകുട്ടികൾക്ക് വേണ്ടി പള്ളിക്കൂടം സ്ഥാപിച്ചു മുഹമ്മദ് കോയ സാറ്. അങ്ങനെ മലബാറിലെ മുസ്ലിങ്ങൾക്കും മുസ്ലിം പെൺകുട്ടികൾക്കും വലിയ വിദ്യാഭ്യാസ യോഗ്യതയിൽ കൊടുത്തു. 1965 ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധമുണ്ടായി. പാകിസ്ഥാനിലെ മുസ്ലിങ്ങളുടെ രാജ്യമാണ്. അതിനെതിരെ യുദ്ധം വന്നപ്പോൾ ഇന്ത്യൻ പാർലമെന്റിൽ പാകിസ്ഥാനെതിരെ ഇന്ത്യക്ക് അനുകൂലമായി പ്രധാനമന്ത്രിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് മുഹമ്മദ് കോയ പ്രസംഗിച്ചു. ഇതാണ് ആ ധീരത, ആ പ്രസംഗത്തിൻ്റെ ശൈലി എന്ന് പറയുന്നത്. മലബാറുള്ള മുസ്ലിങ്ങൾ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് പോയില്ല. മലബാർ കലാപം അടിച്ചമർത്തിയ ബ്രിട്ടീഷുകാരോടുള്ള വിരോധമാണ്. അവൻ്റെ ഭാഷ ഞങ്ങൾ പഠിക്കുകയില്ല. മലബാർ കലാപത്തിൽ ഏതാണ്ട് 4 ബ്രിട്ടീഷുകാരും 120-ലേറെ ഹിന്ദുക്കളും 2200-ഓളം മുസ്ലിങ്ങളും കൊല്ലപ്പെട്ടിരുന്നു. അതിൻ്റെ വൈരാഗ്യം മുസ്ലിങ്ങൾക്ക് കയ്യിലുണ്ട്. അവർ ഈ ഇംഗ്ലീഷ് എഡ്യൂക്കേഷന് പോയില്ല. മുഹമ്മദ് കോയ സാർ പറഞ്ഞു,
ഇംഗ്ലീഷ് ഒരു ലോക ഭാഷയാണ്. ആ ലോക ഭാഷ നമ്മൾ പഠിക്കാതിരുന്നിട്ട് നമ്മൾ ഈ ലോകത്ത് രക്ഷപ്പെടാൻ പറ്റുമോ? അതുകൊണ്ട് ഇംഗ്ലീഷ് എഡ്യൂക്കേഷനിലേക്ക് വരണം. അദ്ദേഹം 400ഓളം സ്കൂളുകൾക്ക് സാങ്ഷൻ കൊടുത്തു മലബാർ മേഖലയിൽ. ഈ വീഡിയോ അടുത്ത ദിവസം മുതൽ ന്യൂസിലാൻഡ് ഇസ്ലാമിക് ചാനലിലൂടെ നിങ്ങൾക്ക് കാണാവുന്നതാണ്. പൊതുസമൂഹം കേൾക്കേണ്ട വളരെ വ്യത്യസ്തമായ ഈ വീഡിയോ ഏവരും ഷെയർ ചെയ്ത് പരമാവധി എല്ലാവരിലേക്കും എത്തിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്.